ഒരു 35 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ. Good evening, everyone. Welcome to day 6 of Ascentra. Today, we are excited to learn about visual hierarchy, layout, and taste. Design is not just about making things look good, it is about communicating ideas clearly and creating a great experience. To guide us through this session, we have Mr. Alvin Chaju, UI designer at Magneta Grid Technologies. Let's warmly welcome our speaker and begin today's session. Sir, please. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വിഷ്വൽ ഹൈറാർക്കി, ഗ്രിഡ് സിസ്റ്റംസ്, അതുപോലെ ടേസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ. ഒന്ന് നെക്സ്റ്റ് പേജിലേക്ക് എടുക്കും. അപ്പോൾ വിഷ്വൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആ ഡിസൈനിൽ എന്താണോ നമ്മൾ ആദ്യമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എന്താണോ ശ്രദ്ധിക്കുന്നത്, അതിനെയാണ് വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസൈനിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കളർ കൊണ്ട് വ്യത്യാസമുള്ളതോ അല്ലെങ്കിൽ വലിപ്പം കൊണ്ട് വ്യത്യാസമുള്ളതോ അങ്ങനേതായ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയാം. നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അതുപോലെ ലേഔട്ട് ആൻഡ് ഗ്രിഡ്, അതായത് നമ്മൾ ഒരു സാധനം ഡിസൈൻ്റെ അകത്തെല്ലാം അടക്കി ഒതുക്കി ഭംഗിയാക്കി വെക്കുന്നതിനാണ് ലേഔട്ട് ആൻഡ് ഗ്രിഡ് എന്ന് പറയാം. അതായത് അടക്കി ഒതുക്കി വെക്കാനായിട്ട് നമ്മൾ ഈ ലേഔട്ടും ഗ്രിഡുകളും വെച്ച് അതിനെ ഡിസൈൻ്റെ അകത്ത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിസൈൻ എന്തിനാണോ കൺവേ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്ററോ, അത് എന്താശയമാണ് ആളുകളോട് കൺവേ ചെയ്യുന്നത് എന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ പോലെ ആയിരിക്കില്ല ഇ കോമേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ പോലെ ആയിരിക്കില്ല നമ്മൾ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുക. വിക്കിപീഡിയയിൽ ടെക്സ്റ്റിനാണ് ഇമ്പോർട്ടന്റ്, ആ ടെക്സ്റ്റ് വായിക്കാനാണ് ആൾക്കാർ ആ വെബ്സൈറ്റിന്റെ അകത്തേക്ക് വരുന്നത്. നമ്മൾ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ വീഡിയോ ആണ് ഇമ്പോർട്ടന്റ്, അപ്പോൾ വീഡിയോ പെട്ടെന്ന് കാണണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ എന്ത് പർപ്പസിനാണ് ഒരു സാധനം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഡിസൈനിന്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡിസൈനർ ആണെങ്കിൽ
നമ്മൾ ചെയ്യുന്ന സാധനം എന്താവശ്യത്തിനാണോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. അതുപോലെ ആ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവണം. അടുത്ത പേജ് നിർത്തും. അടുത്തെടുത്തോ. അതായത് ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് അവിടുത്തെ മെനു എടുക്കണം. അപ്പൊ ആ മെനുവില് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഒരു ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണീനെ അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്യാൻ പോകുന്നതും ആ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മളൊരു ഡിസൈനിന്റെ അകത്ത് എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് പേജ് എടുത്തു. ഇപ്പൊ നമ്മളൊരു ഡിസൈനിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചാലും ആളുകൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ന്യൂസ് പേപ്പർ എടുക്കാം. ഇപ്പൊ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും ആ ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈനിലായിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്കത് വായിക്കുന്ന ആൾക്കാർക്കൊരു പെട്ടെന്നൊരു അറ്റൻഷൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വലിയ ഹെഡിങ്ങുകൾ, ആ കാര്യത്തിനുള്ള വലിയ ഇമേജുകൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പെട്ടെന്ന് ആളുകൾക്ക് ആ ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഒരു ഡിസൈനിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യണമെന്നുണ്ടാവും എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വലുതാക്കിയിട്ടും കുറച്ച് സാധനങ്ങൾ ചെറുതാക്കിയിട്ടും ഒക്കെ വെക്കുക. അപ്പോൾ ഏറ്റവും വലിയ സാധനങ്ങൾ ഇമ്പോർട്ടന്റ് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പോയിന്റിലേക്ക് അവർ ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് യൂസറിന്റെ ആ അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കോൺട്രാസ്റ്റുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതായത് ഒന്നാലെ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടുകയോ അല്ലെങ്കിൽ ഇമേജിന്റെ വലിപ്പം കൂട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. ശ്രദ്ധിക്കാനായിട്ട് പറ്റുക എന്നുള്ള ഉപരി ഒരു ഡിസൈനർ എന്താണോ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പെർസ്പെക്റ്റീവ് അവർക്ക് മനസ്സിലാവണം. അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഓഫർ ഉണ്ട് എന്ന് കാണിക്കാൻ, ഒരു 50% ഓഫ് ഉണ്ട് എന്നുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാല് ആ 50% ഓഫ് എന്നുള്ള ടെക്സ്റ്റ് ആയിരിക്കണം മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു നല്ല ഹൈറാർക്കിയും ഒരു മോശമായിട്ടുള്ള ഹൈറാർക്കി എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാല്, മോശമായിട്ടുള്ള ഒരു ഹൈറാർക്കി ആണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും അവർ ചിലപ്പോൾ ഒരേ വലിപ്പം ഒരേ കളറൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ റെഫറൻസിൽ കാണുന്ന ഒരു ഡിസൈൻ നോക്കിയാൽ തന്നെ അറിയാം. അതായത് ഹെഡിങ് അത്യാവശ്യം വലിപ്പമുണ്ട്, അതുപോലെ അതിന് താഴെ ഒരു ബോക്സ് ഉണ്ട്, അതിനെ കാർഡ് എന്നാണ് പറയുക UI ഡിസൈൻ്റെ ഇതില്. അപ്പൊ അതിന്റെ അകത്ത് ആ കാർഡിന്റെ എന്താണോ കാർഡിന്റെ അകത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ടെക്സ്റ്റില് ബോൾഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അടിയിൽ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ അതിൽ ആ സ്പേസിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്തിട്ടുള്ള സാധനം ഏതാണോ അതിന് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ അടുത്തൊരു അട്രാക്ഷൻ വരുന്നത് അതിന്റെ ഹെഡിങ്ങും അതുപോലെ അതിന്റെ താഴെയുള്ള ബട്ടണാണ്. അപ്പോൾ ആ ബട്ടണിന് ബ്ലാക്ക് കളർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അത്ര ശ്രദ്ധിച്ചോളണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു വേറെ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ വേറെ കളറിലേക്ക് എന്തായാലും ആൾക്കാരൊരു ശ്രദ്ധ പോകും. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എന്തിലേക്കാണ് കൂടുതൽ അട്രാക്ഷൻ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി അടുത്ത പേജ്. അപ്പൊ നമ്മൾ ഈ ഹൈറാർക്കി കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 4 സംഭവങ്ങളാണ്. ഒന്ന് സൈസും ഒന്ന് വെയിറ്റും. സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ഫോണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു ഹെഡിങ്ങിന് 32 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള ടെക്സ്റ്റിന് ഒരു 16 പിക്സലൊക്കെ കൊടുക്കുക. അതിപ്പോ ഫോണ്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇമേജോ അല്ലെങ്കിൽ എന്ത് സാധനം വേണമെങ്കിലും ആവാം. ഞാനിത് കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വെബ്സൈറ്റിന്റെ അകത്ത് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതായത് H1 എന്ന് പറഞ്ഞിട്ട്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് ആ വലിയ സംഭവത്തിന്, അല്ലെങ്കിൽ വലുതായിട്ട് എഴുതിയിട്ടുള്ള ടെക്സ്റ്റിനോ വലുതായിട്ട് എഴുതിയിട്ടുള്ള ഇമേജിനോ ആയിരിക്കും. പിന്നെ അതുപോലെ ഫോണ്ടിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാല് ഫോണ്ട് ബേസിക് ആയിട്ട് നോർമൽ ഫോണ്ടും ഉണ്ട്, അതുപോലെ സെമി ബോൾഡ്, ബോൾഡ്, എക്സ്ട്രാ ബോൾഡ്, അങ്ങനെ പല ടൈപ്പുകളുണ്ട്. അത് ഫോണ്ടിന്റെ വെയിറ്റേജ് എന്നാണ് പറയാ. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സൈസ് ആൻഡ് വെയിറ്റ് എന്ന് എഴുതിയുള്ളത് കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി സൈസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സൈസ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെയുള്ള ടെക്സ്റ്റ് കുറച്ചും കൂടി സൈസ് കുറവാണ്. അപ്പൊ ആളുകള് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ ആ ഒരു വിഷൻ ആദ്യം നമ്മുടെ ആ വലിയ ഫോണ്ടിലേക്ക് ചെന്നെത്തും. അതുപോലെ ആ കളർ ചേഞ്ച് ഉള്ളത് കൊണ്ട് എന്താണ് ആ പ്രത്യേകത എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ കളറും കോൺട്രാസ്റ്റും, അതായത് നമ്മളൊരു കളർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു കളർ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഒരു ഡിസൈൻ എടുത്തിട്ട് അതിനൊരു കളർ കൊടുത്ത് അതൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ ആ രണ്ട് കളറുകൾ തമ്മിൽ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കണം. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യണം. അത് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റുകൾ മുഴുവൻ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സ്ലൈഡിൽ തന്നെ നോക്കി കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആണ്, ടെക്സ്റ്റുകൾ മുഴുവൻ ലൈറ്റ് കളറാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് റീഡബിലിറ്റി ഉണ്ടാവുള്ളൂ അതിന്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അതിന്റെ ഫോർഗ്രൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറും. അടുത്ത ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു യൂസർ വരികയെന്ന് വിചാരിക്കാം. അപ്പൊ വെബ്സൈറ്റ് മുഴുവൻ ഇരുന്നവര് ഒരു ബുക്ക് വായിക്കുന്ന പോലെ ഇരുന്ന് വായിക്കാനൊന്നും പോകുന്നില്ല. അതായത് പെട്ടെന്ന് അവരുടെ അറ്റൻഷൻ ജസ്റ്റ് സ്കാനിങ് ആണ് ചെയ്യുക. അതായത് വെബ്സൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ സ്കാനിങ് ആണ് ഒരു യൂസർ ചെയ്യുക. അപ്പൊ അവരുടെ കണ്ണുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു പെർസ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. ഇതിൽ ആദ്യത്തെ കാണുന്ന ഒരു പാറ്റേൺ ആണ് F പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾക്കാണ് F എന്ന് പറഞ്ഞത്. F എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയിട്ട് പിന്നെയും തിരിച്ച് ലെഫ്റ്റിലേക്ക് വന്ന് അങ്ങനെ ആ ഒരു വായിക്കാൻ അങ്ങനെയായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുക. പിന്നെ അടുത്തതാണ് Z എന്ന് പറഞ്ഞ പാറ്റേൺ. അതാണ് കോമൺലി വെബ്സൈറ്റിന്റെ ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ ഹോം പേജ് എന്നൊക്കെ പറയുന്ന പേജുകളിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ടാവും, പിന്നെ അതിന്റെ താഴെ കണ്ടന്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ താഴെ ആ ഒരു Z എന്ന് പറഞ്ഞ ലെറ്റർ ഇരിക്കുന്ന അതേപോലെ ആയിരിക്കും യൂസേഴ്സിന്റെ റീഡിംഗ് പാറ്റേൺ വരുന്നത്. ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും, ആപ്പിളിന്റെ ഞാൻ വെബ്സൈറ്റ്. അങ്ങനെ ആ ഫോണിന്റെ പേജ് എടുത്തോ കുറച്ചും കൂടി കാണാൻ പറ്റുന്ന. അല്ല, മുകളിലത്തെ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഫോണിന്റെ സെക്ഷനിൽ അതിൽ ആ 16 അല്ല 17 Pro എന്നുള്ള ഇതിൽ അപ്പൊ നിങ്ങൾ ആ ഡിസൈൻ നോക്കി അറിയാൻ പറ്റും. അതായത് നമ്മൾ അതിന്റെ അകത്ത് ആദ്യം വന്നു കഴിഞ്ഞാല് ആ ഫോണുകളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ആ ഡിസൈനിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് എടുത്തിട്ടുള്ളത് ആ ഫോണാണ്. അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഫോണുകൾക്കെല്ലാം പല കളർ ഉണ്ട്. അപ്പൊ ആ കളറുകളുടെ ഒരു ഇമ്പോർട്ടൻസ് ആപ്പിൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഫോണുകളുടെയും ബാക്കിൽ ആ കളർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന് ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറും അതുപോലെ അതിന്റെ ഡിസൈനിൽ വരുന്ന കോൺട്രാസ്റ്റുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഫോണ്ടുകളും, അല്ലെങ്കിൽ രണ്ട് ഫോണ്ടുകൾ ഉണ്ടെങ്കിൽ ആ ഫോണ്ടുകൾ തമ്മിലുള്ള കോൺട്രാസ്റ്റ്, അതിനകത്ത് മാജിക് ക്രോമാറ്റിക് എഴുതിയുള്ളത് കുറച്ചും കൂടിയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഗ്രേഡിയന്റ് കളർ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം എന്തായിരിക്കണം എന്ന് നോക്കിയിട്ട് വേണം ഡിസൈനുകൾ ചെയ്യാനായിട്ട്. സ്ലൈഡ് തന്നെ എടുക്കും. ഇത് ക്ലോസ് ചെയ്യണ്ട കേട്ടോ, ഇവിടെ വെച്ചോ. ഇനി നമ്മള് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. അതായത് എങ്ങനെയാണ് ഒരു ഡിസൈൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ആ പോയിന്റിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കിൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈനെ നോക്കിയിട്ട് നമ്മുടെ കണ്ണൊന്ന് കുറച്ച് ബ്ലർ ചെയ്തിട്ട് നോക്കുക, അല്ലെങ്കിൽ കണ്ണൊന്ന് മഞ്ഞളിച്ച പോലെ ഒന്ന് നോക്കുക. അപ്പോൾ ആ ബ്ലറായിരിക്കുന്ന വിഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഇമേജ് കാണാൻ പറ്റും. ആ ബ്ലറായിരിക്കുന്ന വിഷനിൽ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനത്തിനെ ബ്ലറായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്ന് അടുത്ത പേജിൽ ഈ രണ്ട് ഡിസൈൻ നോക്കുക. അപ്പൊ ഇതില് സ്കിൻ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ആ ബ്ലറാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും നമുക്ക് നമ്മുടെ കണ്ണ് ബ്ലറാക്കിയിട്ട് നമുക്ക് ഫോക്കസ് ഇല്ലാതെ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡിസൈനിങ് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് ബ്ലർ കൊണ്ടുപോയിട്ട് ഇടാം. ഇതിനകത്ത് ലെഫ്റ്റിൽ ഇരിക്കുന്ന ആ ഇമേജ് നോക്കുക, ബ്ലറായിട്ട് ഇരിക്കുന്ന ഇമേജ്, അതിന്റെ അല്ലെങ്കിൽ ആ ഡിസൈനിന്റെ അകത്ത് ആ ഒരു കാർഡിന്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് ഇമേജ് ആണ്. അപ്പൊ നമ്മള് ആ ബ്ലറാക്കി നോക്കുമ്പോഴും ആ ഇമേജിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക ആ ഹെഡിങ്ങും അതുപോലെ ആ പ്രൈസ്, പിന്നെ ആ ബട്ടൺ ആയിരിക്കും. അതായത് ആ ഡിസൈനിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാധനത്തിനെ നമ്മൾ ഇങ്ങനെ ബ്ലറാക്കി നോക്കിയാലും നമുക്ക് വിസിബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ബ്ലർ മാറ്റി ആ ഡിസൈൻ കാണാനായിട്ട് പറ്റും. അവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഇമേജിന് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിന് തൊട്ട് താഴെ ഒരു ഹെഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട അതിന്റെ പ്രൈസ്, അതുപോലെ അതിന്റെ ബട്ടൺ. ഇത് കണ്ടാൽ മനസ്സിലാവും വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെന്നല്ല, ഏത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും കണ്ണ് ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കിയിട്ട് നോക്കുക. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വിഷ്വൽ സ്പേസ് എടുത്തിട്ടുള്ള ഏത് സാധനമാണെന്നുണ്ടെങ്കിൽ അത് ബ്ലർ ആണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് പറ്റും. കാണാനായിട്ട് പറ്റുന്ന പറഞ്ഞാല് അവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടായാൽ മതി. അല്ലാതെ ആ സാധനം വായിക്കാൻ പറ്റുക എന്നുള്ളതല്ല. ബ്ലറാക്കി വായിക്കാൻ പറ്റില്ലല്ലോ. ആ സാധനം അവിടെ ഉണ്ടെന്ന് ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ആണെങ്കിൽ, ഇല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമ്മളൊരു വെബ്സൈറ്റ് എടുത്തിട്ട് ആ വെബ്സൈറ്റിന്റെ അകത്ത് ഒന്ന് ബ്ലറാക്കി നോക്കിയിട്ട് അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സാധനങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ഒരു ടാസ്ക് ആയിട്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ലേഔട്ട്. നമ്മൾ കണ്ടന്റ് അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഭംഗിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ആൾക്ക് ഇത് കാണുമ്പോൾ ഒന്നും നോക്കാൻ തോന്നുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഹാളിൽ കയറിയിട്ട് കുറെ ചെയർ തോന്നിയ പോലെ അടക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്ത് ഒരു അലൈൻമെന്റ് ഇഷ്യൂ പോലെ നമുക്ക് തോന്നും. അതായത് ഈ ഡിസൈൻ ചെയറൊക്കെ ആകെ വലിച്ചു വാരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് പകരം ഓരോ സാധനങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഈ ലേഔട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സാധനങ്ങൾ. അതായത് ഏറ്റവും കൂടുതൽ സെയില് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സെയില് വരുന്ന സാധനങ്ങൾ നമ്മുടെ ഐ ലെവലിലായിരിക്കും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കുറെ റാക്കുകൾ ഉണ്ടായിരിക്കും. ആ റാക്കുകളുടെ ഐ ലെവലിലായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽ ആവേണ്ട, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങണമെന്ന് ആ കടക്കാർ വിചാരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുക. ഏറ്റവും താഴെയായിരിക്കും അധികം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് വിറ്റുപോകണ്ടാത്ത സാധനങ്ങൾ പൊതുവെ അറേഞ്ച് ചെയ്ത് വെക്കുക. അടുത്ത പേജ് നടക്കും. നമ്മൾ ഇങ്ങനൊരു ഗ്രിഡ് ലേഔട്ട് സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡിസൈനിന്റെ കേസിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗ്രിഡ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ അകത്തുള്ള കണ്ടന്റുകൾ ഒരു ഗ്രിഡിന്റെ അകത്ത്, ഇപ്പൊ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു 12 കോളുള്ള ഒരു സംഭവമായിരിക്കും ഗ്രിഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫിഗ്മ ഉണ്ടോ? ഐഷ ഒന്ന് കാണിച്ചു കൊടുക്കാൻ.
ഏതെങ്കിലും പേജിലൊരു ഒരു വെബിന്റെ ലേഔട്ട് എടുക്കും. അതിനെ ലേഔട്ട് ഇട്ട് അവിടെ കോളം ആക്കിയിട്ട് 12 കൊടുത്തു. എത്ര തന്നെ മതി. ഇനി ഒന്ന് സൂം ചെയ്ത് ഇതിന്റെ അകത്ത് ആ ഒരു റോസ് കളർ പോലെ കാണുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതിന് ഇപ്പൊ നമ്മള് വെബ്സൈറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 12 കോളം ഉള്ള ഒരു ലേഔട്ട് ആണ്. 12 കോളം ലേഔട്ട്. ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 8 ആകും, ഫോൺ ആണെന്നുണ്ടെങ്കിൽ അത് 4 കാണിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രിഡ് സിസ്റ്റം വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഈ കണ്ടന്റുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത്. നമുക്ക് ഈ ഗ്രിഡിനെ ബേസ് ചെയ്തിട്ട് ഓരോ എലമെന്റുകളും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ അകത്ത് ഡിസൈൻ ചെയ്യണ അല്ല ഗൈഡ് ഇടേണ്ട ഇടയിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മാർജിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മുടെ ആപ്പിളിന്റെ വെബ്സൈറ്റ് തന്നെ ഒന്ന് എടുത്ത് ഈ ആപ്പിളിന്റെ വെബ്സൈറ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു ഒന്ന് നിർത്തിക്കാം, മതി മതി. ഇപ്പൊ ഈ ഡിസൈനിന്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും കുറച്ച് മാർജിൻ ഇട്ടിട്ടുണ്ട്, അതായത് ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മാർജിൻ ഇടല്ലോ, അതേ സംഭവം തന്നെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടാവും. ആ സ്പേസിനെയാണ് മാർജിൻ എന്ന് പറയാ. ഇനി ആ ഫിഗ്മെന്റ് എടുത്ത് ഇനി ആ 2 കോളത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റില്ല, ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് വേണമെങ്കിൽ. ഈ 2 കോളത്തിന്റെ ഇടയിൽ കാണുന്ന ആ സംഭവത്തിനാണ് ഗട്ടർ എന്ന് പറയാം. അപ്പൊ നമ്മള് ഒരു എലമെന്റ് ഇതിന്റെ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സ്ക്വയർ വരച്ചൊരു 2 കോളത്തിന്റെ അകത്ത് അപ്പൊ നമ്മളൊരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ ഈ ഗ്രിഡിനെ അല്ലെങ്കിൽ ഈ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ അകത്ത് എല്ലാ കണ്ടന്റുകളും നമുക്ക് അടക്കി ഒതുക്കി ഭംഗിയാക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ വെബ്സൈറ്റിന്റെ അകത്ത് നിന്ന് മാത്രമല്ല എല്ലാ ഡിസൈനിന്റെ അകത്തും നമുക്ക് ഈ കണ്ടന്റ് ഭംഗിയാക്കിയിട്ട് വെക്കാനായിട്ട് പറ്റും. അതിന് നമ്മുടെ സ്ലൈഡ് തന്നെ എടുത്തു. അതിലെ കോളവും ഗ്രിഡും മറ്റേ മാർജിനും ഗട്ടറും എന്തായാലും മനസ്സിലായി വിചാരിക്കുന്നു. ആ 12 കോളം കളർ കാണുന്നതാണ് അതിന്റെ കോളം. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ വിടുന്ന സ്പേസ് ആണ് മാർജിൻ. അതുപോലെ ആ 2 കോളത്തിന്റെ നടുക്കിലുള്ള ഭാഗത്തിനെയാണ് ഗട്ടർ എന്ന് പറയാം. ഇനി അടുത്തത് സ്പേസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു റൂള് പോലത്തെയാണ് 8 പോയിന്റ് ഗ്രിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ സ്പേസിങ്ങും 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അത് ചെയ്യാൻ എളുപ്പത്തിനായിട്ട്, അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടല്ല. പക്ഷെ സാധാരണ നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് വെക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു ഹെഡിങ് വെച്ചു അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വെച്ചു, അതിന്റെ താഴേക്കുള്ള സ്പേസിങ് അത് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഈക്വൽ ആയിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അതിന്റെ സ്പേസിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നമ്മളൊരു ഡിസൈൻ വെച്ചു, അപ്പൊ അതിന്റെ നടുക്ക് മുകളിലും താഴത്തും 8 ഗ്യാപ്പ് ഇടണമെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് 4 താഴെ ഭാഗത്ത് 4 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിന്റെ ഡിസൈനെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ റൂള് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ അകത്തുള്ള അലൈൻമെന്റുകളെല്ലാം ഭംഗിയാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതായത് 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു സൈസുകൾ 8, 16 അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് ഫിഗ്മെന്റ് ഒന്ന് അതിൻ്റെ അകത്ത് ടെക്സ്റ്റിന് സൈസ് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, വെറുതെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഫോണ്ടിന്റെ സൈസ് 12 എന്ന് പറഞ്ഞ ഫോണ്ടിന്റെ സൈസ് ഉണ്ടല്ലോ, അതിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കുറെ സൈസുകൾ കാണാനായിട്ട് പറ്റും. ആ സൈസുകൾ ഇതുപോലെ ഈ 8 പിക്സലിന്റെ റൂളിനനുസരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല കോമൺ ആയിട്ട് നമ്മൾ വെബ്സൈറ്റിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫോണ്ടിന്റെ സൈസുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം, അതായത് ഒരു 16 കഴിഞ്ഞ പിന്നെ നേരെ 20, അത് കഴിഞ്ഞ പിന്നെ നേരെ 24, അത് കഴിഞ്ഞ് നേരെ പിന്നെ 32, പിന്നെ 36.
അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ വാല്യൂസ് ഉപയോഗിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 32 ഹെഡിങ്ങിന് സൈസ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിന് താഴേക്ക് നമ്മൾ പിന്നെ സൈസ് കൊടുക്കുന്നത് 16 ആയിരിക്കും. അതിന്റെ ഇടയിൽ എന്താ പറയാ ഡെസിമൽ പോയിന്റ് വരുന്ന വാല്യൂസ് നമ്മൾ കൊടുക്കാറില്ല. ഇത് എന്താ പറയാ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സ്പേസിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിങ് തന്നെ എത്രയാണ് സ്പേസിങ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു സാധനം അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഹെഡിങ്ങിന് എത്ര സൈസ് ഞാൻ കൊടുക്കും, അങ്ങനെ ഹെഡിങ്ങിന് എത്ര നമ്മൾ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് എത്ര സൈസ് കൊടുക്കും, അതുപോലെ അതിന്റെ പാഡിങ്ങും മാർജിനും ഒക്കെ എത്ര കൊടുക്കും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ 8 പോയിന്റ് കൂടുതൽ ഉപയോഗിക്കാറ് മാർജിനും പാഡിങ്ങിനും ഒക്കെയാണ്. അതായത് നമ്മളൊരു ടെക്സ്റ്റ്, രണ്ട് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റും ഒരു ഡിസൈനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, അപ്പൊ അത് ഗ്യാപ്പുകൾ ഈക്വൽ ആയിട്ട് വരും. 8 ആണെങ്കിൽ 4 4, ഇപ്പൊ ഒരു 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് 2.5 2.5 എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കേണ്ടി വരും. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് UI ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ആപ്പുകൾ വെബ്സൈറ്റുകളിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ കോഡിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഡെസിമൽ വാല്യൂസ് ഉപയോഗിക്കുന്നേക്കാൾ കോഡ് ക്ലീൻ ആയിട്ട് ഇരിക്കപ്പോഴും കൃത്യമായിട്ടുള്ള വാല്യൂസ് ഉപയോഗിക്കുമ്പോഴായിരിക്കും. നിങ്ങൾ UI ഡിസൈനിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 8 പോയിന്റ് എന്നുള്ള സംഭവം കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കണം. പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മുടെ സ്ലൈഡിൽ നിർത്തത് അടുത്ത പിന്നെ അടുത്തത് അലൈൻമെന്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഡിസൈനിലൊക്കെ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അലൈൻമെന്റ് കീപ്പ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എഴുതി തുടങ്ങുന്നത് എല്ലാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എഴുതി തുടങ്ങുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുണ്ട്, അവിടെ മാത്രമാണ് അതിന്റെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്. ബാക്കി നമ്മൾ ഒരുവിധം എല്ലാ ഡിസൈനും ഇടത്തു നിന്ന് വലത്തോട്ടാണ് വായിക്കുക. അപ്പൊ നമ്മുടെ അലൈൻമെന്റുകൾ ഫസ്റ്റ് വരുന്നതും ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും. പിന്നെ അതുപോലെ സെൻട്രൽ അലൈൻമെന്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സെൻട്രൽ അലൈൻമെന്റ് യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എന്താ പറയാ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റിന്റെ ബാനർ ഉണ്ടാവുക, അതുപോലെ ആ വെബ്സൈറ്റിന്റെ അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ കൂടുതൽ സെൻട്രൽ അലൈൻമെന്റ് കീപ്പ് ചെയ്യുക. സെൻട്രൽ അലൈൻമെന്റ് കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈനിങ്ങിന്റെ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് രണ്ട് സൈഡും ഭംഗി ഈക്വൽ ആയിട്ട് വെക്കുക എന്നുള്ള സംഭവം, അത് കീപ്പ് ചെയ്യാനായിട്ട് സെൻട്രൽ അലൈൻമെന്റ് ആണെങ്കിൽ പെട്ടെന്ന് പറ്റും. ഇപ്പൊ ലെഫ്റ്റ് അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റിൽ എന്തെങ്കിലും ഒരു സാധനം കൂടി വെക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മാക്സിമം ലെഫ്റ്റ് അലൈൻമെന്റ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ എന്താ പറയാ ബാലൻസും കൂടി ഒരു പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ കീപ്പ് ചെയ്യേണ്ടി വരുന്നു മാത്രം. ഒരു സെക്കൻഡ് കേട്ടോ.
അതിലെത്തിയില്ല ഏട്ടാ, ഞാനിപ്പോ ജോയിൻ ചെയ്യാം. ഹലോ, കേൾക്കുന്നില്ലേ? ഞാനൊന്ന് ഓക്കെ ഓക്കെ. ഹലോ, കേൾക്കുന്നില്ലേ? ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താവശ്യത്തിനാണ് ഒരു ഡിസൈൻ നമ്മൾ ചെയ്യണതെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് തന്നെ ചെയ്യാൻ വിചാരിക്കാം. അതിന് പല പർപ്പസുകൾ ഉണ്ടായിരിക്കും. ഒരു പ്രൊഡക്റ്റ് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ഇ കൊമേഴ്സ് ഡിസൈൻ ആയിരിക്കും ചെയ്യേണ്ടത്. ഇനി അതല്ല, നമ്മളൊരു എന്റർടൈൻമെന്റ് പർപ്പസിനുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിനുള്ള രീതിയിൽ വേണമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നത്, അതായത് നമ്മൾ ബ്രാൻഡിന് ഒരു കളർ ഉണ്ടെങ്കിൽ ആ ഒരു കളർ നമ്മൾ എന്തെങ്കിലും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിപ്പോൾ റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു എനർജി, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ആ ഡിസൈൻ മുഴുവൻ ആ ഒരു കളർ കൊണ്ട് മാത്രം സെറ്റ് ചെയ്യുന്നതിന് പകരം ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന്റെ അകത്തെ അതിനൊരു റൂളാണ് 60-30-10 എന്ന് പറഞ്ഞിട്ടുള്ള റൂള്. ഇത് 60% കളറുകളും ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ന്യൂട്രൽ ആയിട്ടുള്ള കളറുകളായിരിക്കണം. അതായത് വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ന്യൂട്രൽ ആയിട്ടുള്ള കളറുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മള് വെബ്സൈറ്റ് ആപ്പിളിന്റെ തന്നെ എടുത്തു.
കോഡികളല്ലേ? കോഡികളല്ല. ഓക്കെ. നമ്മൾക്ക് ഈ റോള് നമ്മൾ ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും കാണാനായിട്ട് പറ്റും. അതായത് 60% ഒരു ന്യൂട്രൽ കളറുകൾ, അത് കഴിഞ്ഞാൽ അതൊരു 30% കുറച്ചും കൂടിയും ആ ബ്രാൻഡിന്റെ ആയിട്ട് കളറുകൾ, അതുപോലെ ഏറ്റവും ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കളറാണെന്നുണ്ടെങ്കിൽ അതൊരു 10%. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുണ്ടാവും. ഹലോ, ഇപ്പോ കേൾക്കാല്ലേ? ആയിഷ എന്നെ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യോ? ഞാൻ നെറ്റ്വർക്കിന് എന്ത് പ്രശ്നങ്ങൾ? ഓക്കെ ഓക്കെ. ഇനി അടുത്തതാണ് ബ്രീത്തിങ് സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്പേസ് എന്നൊക്കെ അതിന് പറയാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വെച്ച് അല്ലെങ്കിൽ നമ്മളൊരു എലമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ എലമെന്റിന് ചുറ്റും ഒരു സ്പേസ് ആവശ്യമാണ് അത് ഇരിക്കാനായിട്ട്. അത് ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വെച്ചാലും ഉണ്ട്, അതുപോലെ നമ്മളൊരു ഇമേജ് വെച്ചാലുണ്ട്, അല്ലെങ്കിൽ ഇമേജും ടെക്സ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു ബട്ടൺ, ആ ബട്ടൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ നമ്മൾ സ്പേസ് വിടാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ സ്പേസ് വിടുമ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ആദ്യം പറഞ്ഞ ആ 8 അല്ലെങ്കിൽ 8 പിക്സലിന്റെ ആ ഒരു ഗ്രിഡ് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ സ്പേസ് വിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഒരു ഡിസൈനിന്റെ അകത്ത് ആ ഒരു സ്പേസ് വിടണേ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇപ്പോൾ വൈറ്റ് സ്പേസ് നമ്മൾ ഇടുന്നത് തന്നെ ഒരുപാട് എലമെന്റുകൾ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ, ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എലമെന്റുകൾ അവിടെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കാണാനാകെ മെസ്സി ലുക്കായിരിക്കും, ഒന്നും മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അപ്പൊ അങ്ങനെ ക്രൗഡ് അല്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്പേസിംഗ് ഒക്കെ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എം ടി സ്പേസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ വിഷ്വൽ ഹൈറാർക്കി ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മൾ എം ടി സ്പേസ് കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പിന്റെ അകത്ത് നമുക്ക് ഡിസൈനിന്റെ അകത്തുള്ള എലമെന്റുകൾ വലുതാക്കി വെക്കാനും ചെറുതാക്കി വെക്കാനും ഒക്കെ പറ്റും. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഹൈറാർക്കി കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്രീത്തിങ് സ്പേസ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്പേസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്പേസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ഥലത്തും എലമെന്റുകൾ കൊണ്ട് വെക്കാനുള്ളതല്ല, ആ സ്പേസ് അവിടെ ഉള്ളത് തന്നെ നമ്മൾ ആ ഡിസൈനിനെ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പേസ് ആണ്. ഇനി അടുത്തൊന്ന് എടുത്ത് ഇനിയിപ്പോ ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം എന്താ പറയാ, ആ ഫോണ്ടുകളും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എലമെന്റുകളൊക്കെ കുറച്ച് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റിനകത്ത് ഒരുപാട് പേജുകളുണ്ട്. അപ്പൊ ആ പേജുകളിലെല്ലാം നമ്മൾ എല്ലാ പേജിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തിന്റെ അല്ലെങ്കിൽ എന്ത് ബ്രാൻഡിന്റെ വെബ്സൈറ്റ് ആണെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല.
അതായത് നമ്മളൊരു ബുക്കിന്റെ പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പേജിലും നമ്മൾ തോന്നിയ പോലെ ഒരു കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക, ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു ബ്രാൻഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ അതിന്റെ ഫോണ്ടുകൾ, കളറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ മാക്സിമം 2 ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് 3 ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹെഡിങ്ങിന് ഒരു ടൈപ്പ് ഓഫ് ഫോണ്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സബ് ഹെഡിങ്ങിന് മറ്റൊരു ടൈപ്പ് ഫോണ്ട് ഉപയോഗിക്കുക. അല്ലാതെ ഹെഡിങ്ങിന് ഒരു ഫോണ്ട്, സബ് ഹെഡിങ്ങിന് ഒരു ഫോണ്ട്, ബട്ടന് വേറെ ഫോണ്ട്, അങ്ങനെ കുറെ ഫോണ്ടുകളാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വായിക്കാനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ള നമ്മൾ റീഡബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് കണ്ടന്റ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റുകളെല്ലാം ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് മാത്രമല്ല, നമ്മുടെ ഡിസൈൻ മൊത്തത്തിൽ ഒരു റീഡബിലിറ്റി ഉണ്ടായിരിക്കണം. ടെക്സ്റ്റിന്റെ കേസിൽ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 14 പിക്സലിലൊക്കെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഫോണ്ടിന്റെ സൈസ് അതിനേക്കാളൊക്കെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് പകരം ആളുകൾക്ക് വായിക്കാം. ഇപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ചിലപ്പോൾ നമുക്ക് ഡിസൈൻ കാണുമ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടാവും, കാരണം നമ്മളാണല്ലോ ഡിസൈൻ ചെയ്തത്. നമ്മളത് വേറെ ആളുകൾക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, അവർക്ക് എന്താ പറയാ, ചെറിയ അക്ഷരങ്ങൾ വായിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കളറിന്റെ കോൺട്രാസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ആ കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മളൊരു ടെക്സ്റ്റ് വെച്ചു, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തിട്ടൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ നോർമലി ഒരാൾ ഒരു വിസിറ്റിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ജസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അയാൾ ഒരിക്കലും അതിരുന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്ന് പോയിട്ട് വായിക്കാൻ പോവില്ല. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഡിസൈൻ കാണുമ്പോൾ എന്താണോ അയാൾ നോട്ടീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ ടെസ്റ്റ്, സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അതിനെ ഒന്ന് ബ്ലറാക്കി നോക്കുന്നു, എന്നിട്ട് നമുക്ക് അതിന്റെ എല്ലാ എലമെന്റുകളും, അതായത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിചാരിച്ച എല്ലാ എലമെന്റുകളും ആ ബ്ലർ ആയിട്ടിരിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ ആ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണോ സ്പേസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ അങ്ങനെ ആ ഒരു സംഖ്യ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് സ്പേസിങ് നമുക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ബ്രീത്തിങ് സ്പേസ്, അതായത് ഓരോ എലമെന്റിനും അത്യാവശ്യം സ്പേസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ എലമെന്റും ആളുകൾക്ക് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. പിന്നെ ഉള്ളത് നമ്മൾ നോക്കേണ്ടത് കളർ റൂൾ, അതായത് 60, 30, 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂള് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിന്റെ അകത്ത് ന്യൂട്രൽ കളറുകളല്ലേ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ആ ആപ്പിളിന്റെ ഒരു വെബ്സൈറ്റിൽ നോക്കിയാൽ ആ ബട്ടൺ അവരെല്ലാ സ്ഥലത്തും ഒരു കളറ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ വെബ്സൈറ്റിന്റെ ഏത് പേജിൽ പോയാലും അങ്ങനെ ബ്ലൂ കളറിൽ വൈറ്റ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന സാധനത്തിനെ ബട്ടനായിട്ട് തന്നെ പരിഗണിക്കും. അപ്പൊ അത് ആൾക്കാർക്ക് കൺവേ ചെയ്യാനും എളുപ്പമാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന ടൂൾ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ ബ്ലർ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ആളുകൾക്ക് വിചാരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ആ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് ചെയ്യുക. അതിൻ്റെ ഒരു എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു 2 വെബ്സൈറ്റ് ജസ്റ്റ് കമ്പാരിസൺ വേണ്ടി കാണിച്ചു തരാം. ഞാൻ ആഴ്ചയ്ക്ക് ഒരു ലിങ്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, അത് ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും.
നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കണ്ടിട്ട് എന്തൊരു ഫീലിംഗ് ആണ് വരുന്നതെന്നുള്ളത് ആലോചിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വെബ്സൈറ്റ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് വെബ്സൈറ്റ് ആണെന്ന് തന്നെ തോന്നുന്നുണ്ട്? ആർക്കും തോന്നുന്നില്ല. ആരെങ്കിലും ഒരാള് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞേ പറയാൻ പറ്റൂ. വിഷ്വൽ സൈഡ് ആ വിഷ്വൽ സൈഡ് ഓക്കെ അല്ല, ലൈക്ക് UI ബെറ്റർ അല്ല. അപ്പം ആൾക്കാർക്ക് ഇതിനകത്ത് കയറുമ്പോഴത്തേക്കൊരു ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മ യൂസർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കയറി എവിടെ എന്തോ സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ട്. പക്ഷേ ഒരു UI അത്ര പോരാന്നുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെ? അപ്പൊ ഈ കമ്പനീനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, നിങ്ങൾ കമ്പനിയെ പറ്റി കേട്ടില്ല എന്നുള്ളത് ഒരു സംഭവമല്ല. ഇപ്പൊ ഞാനിത് ഈ വെബ്സൈറ്റിന്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇതിനകത്ത് ശരിയാണ്. അതായത് നമ്മളൊരു ഡിസൈനിങ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല. കുറെ ടെക്സ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ഇനി ജസ്റ്റ് ആപ്പിളിന്റെ ഒരു വെബ്സൈറ്റ് ഒന്ന് എടുത്ത് ഇത് ക്ലോസ് ചെയ്യണ്ട കേട്ടോ, അപ്പുറത്ത് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കാണുമ്പോഴോ എന്താണ് തോന്നണേ? വിഷ്വലി ഓക്കെ ആണ്. വിഷ്വൽ വൈസ് അവർ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലേ ഇപ്പോൾ നമ്മുടെ ഒരു ഡിസൈനിന്റെ പർപ്പസ് നമ്മൾ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നത് എന്താണ്? അതായത് യൂസറിന് എന്താണോ ആവശ്യം അത് നമ്മൾ ഡിസൈനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് കാണുമ്പോൾ ഭംഗിയുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ വിഷ്വൽ എലമെന്റുകൾ ഉണ്ടോ എന്നുള്ളത് അല്ല. അപ്പൊ ആ വെബ്സൈറ്റ് നല്ലതാന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ കമ്പനി ഒരു $1 ട്രില്യൺ കമ്പനിയാണ്. ആ ബെർക്ക്ഷയർ ഹാത്വേ എന്ന് പറഞ്ഞ കമ്പനി ഒരു $1 ട്രില്യൺ കമ്പനിയാണ്. അതായത് ലോകത്തിലെ ഒരു 5-6 കമ്പനികൾ മാത്രമേ $1 ട്രില്യൺ കമ്പനികളുള്ളൂ. അതിൽ പെട്ട ഒരു കമ്പനിയാണ് നിങ്ങൾ ആദ്യം കണ്ട വെബ്സൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് ഒരു പൈസ മുടക്കിയിട്ട് ഇതുപോലെ ആപ്പിളിന്റെ പോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല അവരത് ചെയ്യാത്തത്. ഒന്നുകൂടി ആ വെബ്സൈറ്റ് എടുത്തേ. ഈ വെബ്സൈറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല് ഈ വെബ്സൈറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റിംഗ് ഫേമാണ്. അതായത് നമ്മൾ കമ്പനികൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന ഒരു ഫേമാണ്. അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഷെയർ മാർക്കറ്റ് തന്നെയാണ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ ഈ വെബ്സൈറ്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ആ പൈസ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തുള്ളത്, അതിന് എത്ര ലാഭം കിട്ടി, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കാണണമല്ലോ. അപ്പൊ ആ റിപ്പോർട്ട് കാണുക എന്നുള്ള ഒരൊറ്റ പർപ്പസ് മാത്രമേ ഈ വെബ്സൈറ്റിന്റെ അകത്തുള്ളൂ. മനസ്സിലായി? അതായത് ഈ വെബ്സൈറ്റിന്റെ അകത്ത് വിഷ്വലി അപ്പീലിംഗ്, അതായത് കുറെ എലമെന്റുകൾ കൊണ്ടുവന്നിട്ട് ആളുകളെ ആകർഷിക്കേണ്ട ഒരു ആവശ്യം ഈ വെബ്സൈറ്റിന് ഇല്ല. അതായത് ഇങ്ങനത്തെ ഒരു ആവശ്യമല്ല ഈ വെബ്സൈറ്റ് നമ്മളോട് യൂസേഴ്സിനോട് കൺവേ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ആൾക്കാർ, അതായത് എനിക്ക് തോന്നുന്നത് ആ കമ്പനി ഉണ്ടാക്കിയപ്പോൾ മുതലുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്നു. 1969 സംതിങ്ങിൽ ഉണ്ടാക്കിയുള്ള ഒരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ആ ഡിസൈൻ ഇത്രയും നാളത്തെ അപ്ഗ്രേഡേഷൻ വെച്ച് അവർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിന്റെ യൂസേഴ്സിന് അത് മതി എന്നുള്ള ഒരു ആവശ്യത്തിന്റെ പുറത്താണ് ആ വെബ്സൈറ്റ് അങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഡിസൈൻ ഇപ്പൊ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നല്ലാട്ട് പറയുന്നത്. ഇങ്ങനെയും ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതൊരു $1 ട്രില്യൺ കമ്പനിയാണ്. ആ കമ്പനിക്ക് ആ പർപ്പസ് നിറവേറ്റാനായിട്ട് ഈ വെബ്സൈറ്റ് മതി. ഇനി നിങ്ങൾ അതിന്റെ അടിയിൽ ഒരു ഗെയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതിന്റെ ചിന്ത കണ്ട, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ഈ ഡിസൈനും
ഇതിന്റെ തൊട്ട് മുന്നത്തെ ഡിസൈൻ അല്ലെങ്കിൽ അവരുടെ തന്നെ ഈ ഡിസൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഡിസൈൻ അതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലാന്ന്. അതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്. അതായത് ആ ഒരു ഡിസൈൻ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല അവർ ചെയ്യാത്ത, അതിന്റെ യൂസേഴ്സിന് അത് ആവശ്യമില്ല. ഈ ഡിസൈൻ അത്യാവശ്യത്തിന്റെ അകത്ത് എന്താ പറയാ എലിമെന്റുകളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ അകത്ത് അവരുടെ സ്വന്തം കമ്പനികൾ വേറെ ഉണ്ട്. ആ കമ്പനികളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മതി, ജസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ കമ്പനിക്കൊക്കെ നല്ല വെബ്സൈറ്റ് ഉണ്ട്. ഈ സാധനത്തിനും അതല്ലെങ്കിൽ ഇപ്പൊ അവരുടെ പാരന്റ് കമ്പനിക്ക് മാത്രമാണ് ആ ഒരു വെബ്സൈറ്റ് അങ്ങനെ വെച്ചുള്ളത്. ഇപ്പൊ ഇതിനകത്ത് ആവശ്യത്തിൽ വിഷ്വലും കണ്ടന്റ് എല്ലാം ഇല്ലേ? അപ്പോ ബേസിക് കൺസെപ്റ്റ് ഇത്രയുള്ളൂ. അതായത് നമ്മൾ ഡിസൈനിങ്ങിനും എല്ലാ സാധനങ്ങളും നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷെ അത് യൂസേഴ്സിന് ഇപ്പൊ നമ്മളൊരു ആപ്പിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ഉദ്ദേശം എന്താണ്? ആപ്പിളിന്റെ പ്രൊഡക്റ്റുകൾ ഷോക്കേസ് ചെയ്യുക, അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെബ്സൈറ്റിന്റെ അകത്തൂടെ ആൾക്കാരെ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ആപ്പിളിന്റെ ലക്ഷ്യം. അപ്പൊ ആപ്പിളിന് അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിന് അവരുടെ പ്രൊഡക്റ്റ് നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയും അതിലൂടെ ആ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സംഭവം കണ്ടത് അല്ലെങ്കിൽ വെബ്സൈറ്റ് കണ്ടിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ആപ്പിളിന്റെ വെബ്സൈറ്റ് ഒന്നും എടുത്ത് നോക്കുക. അപ്പൊ ഐഫോണിന്റെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവര് ഓരോ ഹൈലൈറ്റ് ചെയ്യുന്ന ഓരോ പോയിന്റുകളും നമ്മൾ ഈ പറഞ്ഞ റൂളിന്റെ അകത്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഡിസൈനിൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ കുറെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അൾട്ടിമേറ്റ് ചെന്ന് അവസാനിക്കുന്നത് യൂസറിന് എന്താണ് ആവശ്യം എന്നതിലാണ്. അതുകൊണ്ട് എനിക്ക് ഇതാണ് കാണാൻ ഭംഗി എന്നുള്ളത് കൊണ്ട് ഒരു ഡിസൈൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. യൂസറിന് എന്താണ് ആവശ്യം അതാണ്, അല്ലാണ്ട് ഒരാളുടെ ആവശ്യമില്ല കേട്ടോ. ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു മൊത്തം ഉപയോഗിക്കുന്ന ആളുകളുടെ മെജോറിറ്റി തീരുമാനം എന്താണോ അതായിരിക്കണം നമ്മുടെ ഡിസൈനിന്റെ അകത്ത് വരേണ്ടത്. ബാക്കി നമ്മൾ പറയുന്ന എല്ലാ പ്രിൻസിപ്പിളും ഒരു ഡിസൈൻ നല്ലതായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും നേരത്തെ കണ്ട പോലത്തെ ഒരു വെബ്സൈറ്റ് ചെയ്യരുത്. കാരണം അത് ഇന്നത്തെ കാലത്തെ ഡിസൈനിനനുസരിച്ച് അതൊരു എന്താ പറയുക ആപ്റ്റ് ആയിട്ടുള്ള സംഭവമല്ല. അത് അത്രയും പഴയ ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സിന് അങ്ങനെ കണ്ടു പരിചയമുള്ളൂ. അതുപോലെ നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ ആമസോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം. അപ്പൊ ആമസോണിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ എന്താ പറയുക നാവിഗേഷൻ മെനൂസും ഒക്കെ തലങ്ങും വിലങ്ങും വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഫ്ലിപ്കാർട്ടിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആമസോൺ ഇതുപോലെ പൈസയുള്ള കമ്പനിയാണ്, അവർക്ക് അതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആമസോൺ കുറെ വർഷങ്ങളായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം എടുത്തിട്ട് അതിന്റെ ഡിസൈൻ മാറ്റി വേറെ രൂപത്തിലൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ആപ്പിളിന്റെ വെബ്സൈറ്റ് തന്നെ എടുത്ത് ഐഫോൺ 17 Pro എടുക്കുന്നു. അത് കുറച്ചും കൂടി ഐഫോണിൽ 17 Pro ആദ്യത്തെ നിങ്ങൾ ഈ വെബ്സൈറ്റ് തുറന്നു വരുമ്പോൾ നോക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നിങ്ങൾ ബ്ലർ ചെയ്തിട്ടുള്ള ആ ഒരു വിഷനിലൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതായത് ആ ഒരു ഓറഞ്ച് കളറ് പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവും. അത് ഫോണിനും കൊടുത്തിട്ടുണ്ട് അവര്, അതുപോലെ ആ ടെക്സ്റ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബ്ലർ ചെയ്ത് നോക്കിയാലും അവിടെ ഒരു ടെക്സ്റ്റിനുള്ള ആ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറും താഴെ ഫോണിന്റെ ആ ഒരു ബാക്ക് പാനലിലുള്ള ആ കളറും നിങ്ങൾക്ക് എങ്ങനെ ബ്ലർ ചെയ്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് അവിടെ എന്തോ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരത് കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്തേ. ഇനി അടുത്തത് നോക്കുക. ഹെഡിങ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ലെഫ്റ്റില്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ സെക്ഷനിൽ മതി കുഴപ്പമില്ല, 3 ഇമേജസ് വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഓരോ സാധനങ്ങൾ നോക്കുക. അവര് ടെക്സ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആ വരുന്ന ഇമേജസിനെയാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് താഴേക്ക് പോയി എടുത്ത് കുറച്ചും വിളിക്ക്. ഓക്കെ മതി. ഇതിലിപ്പോ ഇതും നിങ്ങൾ അങ്ങനെ ഒന്ന് ബ്ലർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ഹെഡിങ് എഴുതിയത്
വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെന്റ് മാത്രം ഒരു വേറെ കളറിൽ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അതെന്തിനായിരിക്കും? അതായത് ഹെഡിങ്ങിന്റെ അത്ര പ്രിയോറിറ്റി ആ ഡിസൈനിന് എഴുതിയ എലമെന്റിന് ഇല്ല, എന്നാൽ ആൾക്കാർ അത് വായിക്കുകയും ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്തു? അതായത് ഇപ്പൊ ആ വലിയ ഹെഡിങ്ങിന്റെ അത്ര വലുപ്പത്തിൽ ആ ഡിസൈൻ എന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടില്ല. അപ്പൊ അതിന് പകരം ഡിസൈനിന് നമ്മൾ വേറൊരു കളർ വെച്ചു, അതായത് ഒരു കോൺട്രാസ്റ്റ് കളർ വെച്ചു, ഒരു ഓറഞ്ച് കളർ വെച്ചു. അത് കഴിഞ്ഞ് അതിന്റെ ഹെഡിങ് വെച്ചു, അതിന്റെ താഴെ അതിനേക്കാൾ വലിപ്പം കുറഞ്ഞ് നമ്മൾ ഫോണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കുന്നത് അതായത് ഡിസൈൻ എന്ന് പറയുന്നത് ടെക്സ്റ്റിനെ എടുത്ത് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ആ എടുത്ത് കാണിക്കുമ്പോൾ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ആ യൂണിബോഡി എൻക്ലോഷർ എന്നുള്ള ആ ഒരു ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഫോണിന്റെ ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ്, അത് പോയി കിട്ടും. അത് പോവാനും പാടില്ല. ഇനി അവിടെ വെള്ളയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാലോ, ഡിസൈൻ എന്നുള്ള സംഭവത്ത് എഴുതിയ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഫോണ്ടിന്റെ കളർ വെള്ളയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ സ്ക്രോൾ ചെയ്ത് പോകും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് എന്തോ ഒരു വ്യത്യസ്ത കളർ ഉണ്ടല്ലോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് നോക്കും. ഇപ്പൊ ഇതിന്റെ ഹൈറാർക്കി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസൈൻ എന്ന് പറഞ്ഞത് ചെറുതാക്കി വെച്ച് അതിനൊരു കളർ കൊടുത്ത്, പിന്നെ താഴെയുള്ളതിന് ഒരു ഹെഡിങ് കൊടുത്ത്, പിന്നെ അതിന്റെ താഴെ ഒരു ബോഡി ടെക്സ്റ്റ് കൊടുത്ത് ആളുകൾ അവിടെ ഒരു ഹൈറാർക്കി ഓർഡർ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് എടുത്തേ, ഒന്നും താഴേക്ക് എടുത്തു. അടുത്തൊരു സെക്ഷൻ ഒന്നും താഴേക്ക് എടുത്തു. അവിടെ ശരീരം മനസ്സിലാവാൻ ഇനി ഇവിടെ നിർത്തിക്കോ. ഇനി അവിടെ നിർത്തിക്കോ. നീ ഈ സെക്ഷൻ നോക്കാട്ടാ. ഇവിടെ എന്താണ് അവർ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ എന്ന് പറഞ്ഞുള്ള സംഭവത്തിന്റെ അടുത്ത സെക്ഷനിൽ ഇവിടെ ക്യാമറ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബിഗ് സൂം ഫോർവേഡ് എന്നുള്ളുണ്ട്. ഇനി എന്താണ് അത്? ശരിക്കും ഇവിടെ ആദ്യം ആ ഫോണിന്റെ ഇമേജിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റുകൾ നോക്കാം. ആ 8 ടെക്സ്റ്റിന് എഴുതി 48 MB എഴുതിയുള്ളത് നോക്കാം. അതായത് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആ സെക്ഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഇമേജും ഹെഡിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് അവർ വിചാരിക്കുന്ന സംഭവമാണ് 8x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂമും 48 MP റിയർ ക്യാമറ എന്നുള്ളത്. അതും നമുക്ക് ഇതുപോലെ ആ ഒരു ഒന്ന് ബ്ലറാക്കി നോക്കിയാലും അവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് 60 റൂൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ അതിന്റെ വൈറ്റ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റിനേക്കാൾ കുറച്ചും കൂടിയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട, അതായത് നമ്മളെ ആ ഒരു വൈറ്റ് എന്ന ടെക്സ്റ്റിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടെക്സ്റ്റിനെ അവർ ഓറഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഡിസൈൻ പെട്ടെന്ന് ഒരു ദിവസം പഠിച്ചങ്ങോട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഓൾറെഡി ഉള്ള ഡിസൈനുകൾ എടുത്ത് റെഫറൻസ് ചെയ്ത് അങ്ങനെയാണ് ഒരു ടാസ്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അവരുദ്ദേശിക്കുന്ന സാധനം നമ്മളും കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് നമ്മൾ പറഞ്ഞതിൽ ഇതുവരെ എന്തെങ്കിലും വല്ല ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ഡൗട്ട്? ഈ ഫ്രണ്ടിലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ കേക്കണല്ലേ? നമ്മളുടെ ഫ്രണ്ടിലത്തെ ബാത്റൂമില്ലേ മറ്റേ റൂമിലെ, സംശയം ഒന്നും ആർക്കും ഇല്ലേ? അല്ല വേറെ ഒന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇനി ഞാൻ ടാസ്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ ഓരോ സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ആ സെക്ഷൻ എടുത്തിട്ട് ആ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നായിരിക്കും, കാരണം കുറച്ചധികം ഉണ്ടാവില്ല താഴ്ത്തിക്ക്. അപ്പൊ നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ മെയിൻ സെക്ഷൻ എന്താണ്, അല്ലെങ്കിൽ മെയിൻ സെക്ഷന്റെ പേജ് എന്താണ്? ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് പൊതുവെ എടുത്തു കഴിഞ്ഞാൽ
ബാനറിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഏറ്റവും ഫസ്റ്റ് നമ്മളൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ലാൻഡ് ആവുന്നത് ആ പേജിലേക്കായിരിക്കും. അതുപോലെ നിങ്ങൾ കണ്ടന്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതുപോലെ അതിൻ്റെ ലേഔട്ട് എങ്ങനെയാണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ബോട്ടത്തിലാണോ അല്ലെങ്കിൽ ടോപ്പ് റൈറ്റോ കീപ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ അതിൻ്റെ നാവിഗേഷൻ മെനൂസ്, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഹോം, എബൌട്ട്, കോണ്ടാക്ട് അങ്ങനത്തെ നാവിഗേഷൻ മെനുകൾ ഉണ്ടാവും. അതായത് ആ വെബ്സൈറ്റിൻ്റെ അകത്തുനിന്ന് ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറെ പേജുകളിലേക്ക് പോകാനായിട്ടുള്ള സാധനങ്ങൾ. അപ്പം അതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഹൈറാർക്കിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ടു ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫസ്റ്റ് തിങ് നമ്മൾ ആ ഡിസൈൻ്റെ അകത്ത് നോട്ടീസ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ ടെക്സ്റ്റ് വലിപ്പം കൂട്ടി കൊടുത്തിട്ടുണ്ടോ, ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ടോ, ഇറ്റാലിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നോക്കുക. അതുപോലെ ബ്രൈറ്റർ ആയിട്ടുള്ള കളറുകൾ, ബ്രൈറ്റർ ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ആ ഓറഞ്ച് കളർ പോലെ ഓറഞ്ച് കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലും ഒരു കളർ അവിടെ ബ്രൈറ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ അവർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. അതുപോലെ ഡിസൈൻ ക്ലിയർ ആയിട്ട് ആ ഒരു ഗൈഡ് ചെയ്യുന്നത് പോകുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഗൈഡ് ചെയ്ത് പോകാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ന്യൂസ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അതിന്റെ ഹെഡ്ലൈൻ ആയിരിക്കും. അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കാണ് വായിക്കുള്ളൂ, അല്ലാണ്ട് താഴത്തുനിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ആരും പൊതുവെ വായിച്ചു പോകാറില്ലല്ലോ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഡിസൈനിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ പത്രത്തിന് ആൾക്കാർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ ന്യൂസ് ഏറ്റവും മുകളിൽ വന്നത്. റെഡി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈറാർക്കി കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ ആ വെബ്സൈറ്റിന്റെ ഒരു ഓവറോൾ എന്താ പറയുക, ഒരു ഡിസൈനിങ് രീതി എങ്ങനെയാണ്, അത് മോഡേൺ ആയിട്ടുള്ള രീതിയാണോ, അതല്ല ഞാൻ ഏറ്റവും ആദ്യം ഒരു ലാസ്റ്റ് കാണിച്ച ആ വെബ്സൈറ്റ് പോലെ വെറുതെ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളോ, അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിന്റെ രീതിയിലേക്ക് അത് പോയിട്ടുണ്ടോ, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കളറുകൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഫോണ്ടുകൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആണോ, അതുപോലെ അതിന്റെ സ്പേസിങ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താണ് ആ ഡിസൈൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആ ഡിസൈൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ ടാസ്കിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ. Thank you, Alvin sir, for the wonderful session and for sharing your valuable insights on visual hierarchy, layouts, and design aesthetics. We hope everyone gain useful knowledge that will help improve their creative and design skills. Thank you to all the participants for joining us today. See you in the next session of Ascentra. Have a great evening.